ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകൾ. ഇതൊക്കെ എന്താ പറയാ വ്യത്യസ്തപരമായ ഓരോ വെറൈറ്റീസ് ആണ്. 80 വെറൈറ്റി ഇപ്പൊ നമ്മുടെ തോട്ടത്തിലുണ്ട്. ഇതിപ്പോ അടുത്ത മാസം മുതൽ ഇത് കായ്ക്കാൻ തുടങ്ങി. ഇപ്പൊ തന്നെ അവിടെ ഇവിടെ ഒക്കെ മുട്ടിട്ടിട്ടുണ്ട്. അങ്ങോട്ട് നടന്നാൽ കാണാം, മുട്ടിട്ടിട്ടുണ്ട്, കായ്ച്ചിട്ടൊക്കെ പല വെറൈറ്റി 80 വെറൈറ്റി, വ്യത്യസ്തമായ 80 വെറൈറ്റി. ഒരു വെറൈറ്റി അല്ല, ഒരു പാത്രത്തിൽ 5 വെറൈറ്റി ഉണ്ട്. ഒരു പാത്രത്തിൽ 4, 5 ഒക്കെ ആയിട്ടാണ് നട്ടിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കാഴ്ച തന്നെ ഞാൻ കാണിച്ചു തരാം. അതിന്റെ പഴവും കാണിച്ചു തരാം. പഴമുണ്ട്, പഴായതുണ്ട്, പറിക്കാനായിട്ടില്ല മാത്രം. അതിന് വെയിലാണ് വേണ്ടത്, വെള്ളമല്ല വേണ്ടത്, വെയിലാണ് വേണ്ടത്. മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടതിന് പഴം ഇതാ ഓരോ 2 ദിവസം കൂടും, ആഴ്ചയിൽ 2. കായ ആയത് കായ ആവുന്നതൊക്കെ അവിടെ ആയിക്കൊണ്ട് വരുന്നുണ്ട്. കായിലേക്ക് വന്ന് ഇതാണ് ഇതിന്റെ മൊട്ട്. നോക്കണ ഇതിന്റെ മൊട്ട് ഉണ്ടോ? ഇതാണ് ഇതിന്റെ ഇതാണ് മൊട്ട്. ഇതിപ്പോ 2-4 ദിവസം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഇത് വിരിയും. പൂ വിരിയുമ്പോഴാണ് കാണാൻ നല്ല രസം ഉണ്ടാവുക, നല്ല സ്മെല്ലും ഉണ്ടാവും, നല്ല സ്മെല്ല്. നമ്മളാ സ്പ്രേനേക്കാളും നല്ല സ്മെല്ലാ. പൂ ഇതാ പൂ പൂ വിരിഞ്ഞോണ്ട് വരുക. ഇത് 2-3 ദിവസം കഴിഞ്ഞത് മുളപ്പായി. തലി നോക്കണേ നസീബ്, തല നോക്കണേ. ഇങ്ങോട്ട് വാ, ഇങ്ങ് പോരി വാ. ഇതിൽ നടന്നതാ വൈവാ. അങ്ങനെ ഇതാണ് ഇതിന്റെ മൊട്ടിട്ടാ. ഇത് മൊട്ട് പഴം ആവാൻ വേണ്ടി പോകുന്നത്, കായ ആവാൻ പോകുന്നത്. ഇതാണ് ഇതിന്റെ മൊട്ട്. നാളെ മറ്റന്നാളെ അതിപ്പോ എനിക്ക് പറയാൻ പറ്റൂല. ഇത് സാധാരണ കളർ തന്നെ, റോസും വൈറ്റൊക്കെ ആയിട്ടുണ്ട്. കളറ് അറൗണ്ട് ഒരു 10 തരം കളറുണ്ട് ഇതില്. പൊട്ട് ആവുന്നത് ഇതൊരു വെറൈറ്റിയാണ്. ഇത് മൊറോക്കൻ തൊട്ടാണ് ആവുന്നത്. അല്ലല്ല, വിരിഞ്ഞ് വരുമ്പോ കളറുണ്ട്. നമുക്കൊന്നും എനിക്കും ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഏത് കളറാണെന്നൊക്കെ. അതൊന്നും പിന്നെ അങ്ങനെ മനസ്സിലാവില്ല. മുറിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളില് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഫ്ലഷ് ഏത് കളറാണെന്ന് അറിയണമെങ്കിൽ കട്ട് ചെയ്താലും അറിയും. പക്ഷെ ഏകദേശം പുറത്തുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഏകദേശം എനിക്ക് മനസ്സിലാവും. കാരണം അതിന്റെ പഴത്തില് തന്നെ അതിന്റെ കായ ഈ വൈറ്റില് ഒരു വൈറ്റ് ഷെയ്ഡ് ആയിട്ട് ലീഫ് വൈറ്റിൽ കുറച്ച് ഗ്രീൻ വിത്ത് വൈറ്റ് ആയിട്ടുണ്ടാവും. അത് കായ് വരുന്നതാണ്. ഇപ്പൊ ഉണങ്ങിയിട്ട് അത് പറിച്ച് കളയും. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പറിച്ച് കളയാം. ഇതൊക്കെ ഇപ്പോൾ ആവാൻ തുടങ്ങും. അടുത്ത മാസം ആകുമ്പോഴേക്ക് ഇതൊക്കെ പഴമായിട്ട് തന്നെ വരും. ഇതിപ്പോ മുറിച്ച് അങ്ങനെ കുറച്ച് ഇതിപ്പോ പഴമായല്ലോ. ഇതിപ്പോ പഴം പറിക്കുമ്പോ വേണമെങ്കിൽ തന്നെ നമുക്ക് ഇതിന്റെ എൻഡിന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഇത് ഒരു പീസ് 2-3-4 പീസൊക്കെ ആക്കിയിട്ട് നമുക്ക് നടാം. മൂത്ത സ്റ്റമ്പ് നട്ടാലേ ഇത് വിജയിക്കുള്ളൂ. മറ്റേ മൂക്കാതെ തണ്ട് സ്റ്റമ്പ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇത് വളരെ എന്നല്ലാതെ ലോങ് ടൈം എടുക്കും. അതിന്റെ പ്രോസസ്സിങ് നടന്നിട്ട് വരണമെങ്കിൽ നല്ല കായ് ആവും. കുറെ ലോങ് ടൈം എടുക്കും. മൂത്തന്ന് വെച്ചാൽ മൂത്തതിന് മാതിരി കായ് വരുള്ളൂ. കായ പറഞ്ഞ മൂത്ത തമ്പിന് മാത്രമേ കായ വരുള്ളൂ. ഇതൊക്കെ ഈ അടുത്ത മാസം ആകുമ്പോൾ കായ വരും. ഇതിനൊക്കെ മുറിച്ച ഭാഗം നടണം. അത് ഞാൻ ഇവിടെ ഇങ്ങോട്ട് വന്നാൽ ഞാൻ കാണിച്ചു തരാം. അത് നടുന്നൊക്കെ കാലും നോക്കണം, തലയും നോക്കണം. മുള്ളാണ്, മൊത്തം മുള്ളാണ്. അവിടെ ഉണ്ട് മോളെ കുറെ കായ ആയത്. ഇവിടെ ഒന്നും കായ ആയിട്ടില്ല അല്ലേ? അപ്പുറം കായ ആയതുണ്ട്. കായ്ക്ക് നോക്കി എല്ലാരും തല നോക്കണിന്റെ തലി നോക്കണ കാര്യം മുള്ളാണ്. ആ നല്ല ഷാർപ്പ് മുള്ളുള്ളതുണ്ട്, ഭയങ്കര ഷാർപ്പുള്ള. ഇത് ഒരു ഷാർപ്പ് അങ്ങനത്തെ വേറെ ഇങ്ങോട്ടും ഉണ്ട്, ഭയങ്കര ഷാർപ്പാണ്. ആ മുള്ള് ഹാർഡ് മുള്ളുമാണ്, സോഫ്റ്റേ അല്ല. അതാണ് ഇത് വൃത്തി. ഒന്ന് കച്ചറാമ ഇലകൾ ഇതൊന്നും ഇല്ലല്ലോ. ഇതൊരു വെറൈറ്റിയാണ്. ഇതൊരു വ്യത്യസ്തമായ ഒരു വെറൈറ്റി സംഭവം. ഇത് ബേബി സറാഡോ, ഇതിന്റെ പേരാണ് ബേബി സറാഡോ. ഈ പഴത്തിന് തന്നെ ഇത് മുള്ള കവർ ചെയ്യും.
നെറ്റ് രൂപത്തിൽ മുള്ള് കവർ ചെയ്യുക. നല്ല സോഫ്റ്റ് മുള്ളാണ്. അപ്പൊ ആ പഴം ഒരു പ്രത്യേക ടേസ്റ്റ്. അതാണ് ബേബി സറാണോ. ടേസ്റ്റ് അത് കുറെ വ്യത്യസ്തമായ ടേസ്റ്റാണ്. ഒരു 10, 25, 30ഓളം വ്യത്യസ്തമായ ടേസ്റ്റാണ്. അതിൽ സ്വീറ്റ് ആൻഡ് സോർ ഉണ്ട്, സ്വീറ്റ് ഉണ്ട്. ആ സ്വീറ്റ് തന്നെ പല തരത്തിലെ സ്വീറ്റ് ഉണ്ട്. എന്താ പറയാ, അത് 22 വരെ ഉള്ള സ്വീറ്റ് ഉണ്ട്. അതിന്റെ ബ്രിക്സ് എന്താ പറയുക, ഇതിന്റെ അളവിന് മീറ്ററിന് എന്താ പറയുക, ബ്രിക്സ് എന്ന് പറയുന്നത് അല്ലേ. മധുരം അളക്കുന്ന മെഷീന് ബ്രിക്സ് എന്നാണ് പറയുക. അതിലിട്ട് നോക്കി അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര അതിന്റെ മധുരം എത്രയാണെന്ന് മനസ്സിലാക്കണം. അതിലിട്ട് നോക്കി മനസ്സിലാക്കാം. അല്ല ഇതിന് വയ്ക്കാം, ഇതിന് വൈകിട്ട് പോകണം. ഇതിന് തല നോക്കിയാൽ മതി. ഓക്കെ. ഇതെവിടെ ഉണ്ട് പഴാവുന്നത് കേട്ടോ. പുതിയ ഇവിടെ 4 ഇവിടെ കുറെ ഇവിടെ ആവുന്നുണ്ട്. ഓ ഇതാ ഇതിപ്പോ അടുത്ത ദിവസം പറിക്കാൻ പറ്റും. അടുത്ത ദിവസം പറിക്കാൻ പറ്റും. ആവുന്നുണ്ട്. അത് ചെറിയ കായാണ്. ഒരു വെറൈറ്റിയാണ്. അതിപ്പോ അടുത്ത ദിവസം നമുക്ക് പറിക്കാം. ഒരാഴ്ച കഴിഞ്ഞാൽ പറിക്കാതെ കളർ ചേഞ്ച് ആയിട്ട് ഫുള്ളായിട്ട് റെഡ് വരും. അത് കൂടുതൽ മെക്സിക്കോ, അമേരിക്ക തന്നെ. കൂടുതൽ അമേരിക്ക, വിയറ്റ്നാം, മലേഷ്യ. ഇത് നമ്മളെ ഇതെവിടെ ഉണ്ട് കേട്ടോ. ഒരു കായ ആവുന്നുണ്ട്. വലിയ കായ ഇതാ. ഒരു വലിയ കായ ഇതാ. ക്ലൈമറ്റ് ചൂട് കാലത്ത് തന്നെ വെയിൽ വേണം. മഴ തണല് ഉണ്ടായാലും അങ്ങനെ നന്നാവില്ല. മഴയത് വളരും. ഇതാണ് ഒരു വ്യത്യസ്ത ഏറ്റവും ടേസ്റ്റുള്ള കായ. ഇതാണ് പലോറ. അതിന് വെള്ളം കെട്ടി നിൽക്കരുത്. അപ്പൊ എല്ലാ പോട്ടിനും ഞാൻ ഹോൾ ചെയ്തിട്ടുണ്ട്. 4 ഇതാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. ഒരു വെറൈറ്റിയാണ് പലോറ ഉണ്ട്. അത് വേറൊരു വെറൈറ്റിയാണ്. ഇതാണ് പലോറ. ഏറ്റവും ടേസ്റ്റ് ഉള്ള ഇതിൽ കിട്ടുന്നുണ്ട്. പലോറ ഏറ്റവും ടേസ്റ്റ് ഉള്ളതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള പഴയ വെറൈറ്റിയാണ്. ഒന്ന് ഇവിടെ ഇതാ, ഒന്ന് ഇവിടെ ഇതാ. ഫ്ലവർ ആയതിനു ശേഷമാണ് നമുക്ക് 1 മാസം ഇതിന്. ഇത് ഫ്ലവർ ആയിട്ട് ഇത് 1 മാസം 30 ദിവസം ഉണ്ടായി. ഒരാഴ്ച കൊണ്ട് ഫ്ലവർ ആവും. ഒരാഴ്ച 10 days ഒരു ഫ്ലവർ ആയി വരും. ഒരു ചെടിയിൽ എത്ര പ്രാവശ്യം ഫ്ലവർ ആവും? ഒരു കൊല്ലത്തിൽ അങ്ങനെ പറയാം. ഒരു ചെടിയിൽ ഇപ്പൊ ഒരു സ്റ്റമ്പിൽ നോക്കാം. ഒരു സ്റ്റമ്പിൽ വെച്ച് ചില സമയത്ത് 3, 4 ഒക്കെ ഉണ്ടാവും. അപ്പൊ 3, 4 ഉണ്ടെങ്കിൽ ഞാനത് 2 റിമൂവ് ചെയ്യും. കാരണം അതിന് വെയിറ്റ് താങ്ങാനും പറ്റൂല. അതിന്റെ വളർച്ചയ്ക്ക് അത് ബാധിക്കും. അപ്പൊ ഒരു സ്റ്റമ്പിന് കുറേ ഉണ്ടാവും. ഇന്ത്യ ക്യാമറ വന്നിട്ട് നീ സെൽഫി എടുത്തോ. നമ്മൾ സെൽഫി എടുത്താ.